സർവശക്തനായ അല്ലാഹു നമുക്ക് കനിഞ്ഞ് അരുളുന്ന ഒരു കാര്യമാണ്. അവനത് നമുക്ക് നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഹിദായത്ത് അഥവാ സന്മാർഗം എന്നത് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര പണക്കാരനായതുകൊണ്ടോ പ്രതാപവും പൗറും പൗഢ്യമുള്ളതായതുകൊണ്ടോ നാട്ടിലെ പ്രധാനിയായതുകൊണ്ടോ ഒന്നും തന്നെ കിട്ടാവുന്ന ഒരു വസ്തുതയല്ല അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ നാട്ടിലെ വളരെ താഴേക്കിടയിലുള്ള എന്ന് തന്നെ നമുക്ക് പറയാം, സാമ്പത്തികമായും മറ്റൊക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ പിന്നിലുള്ള നമുക്ക് സർവശക്തനായ അല്ലാഹു ആ ഭാഗ്യം തന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഈ കേരളത്തിൽ ആരംഭിച്ച അന്ന് മുതൽ ഇവിടെ നമ്മുടെ നാട്ടില് അത് ഏറ്റെടുക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി കൊണ്ടുപോകുവാനും നമുക്ക് കഴിയുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസപ്രകാരം ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളുമായി ഈ രാജ്യത്ത് ഈ വിശ്വാസം അഥവാ ഈ തൗഹീദിന്റെ ആദർശം അഥവാ ഈ സത്യവിശ്വാസം ഹിദായത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും മരിക്കുവാനും സൗഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ പലരും. അവരെ നമ്മൾ അനുകരിച്ചുകൊണ്ടും അവരുടെ പാത പിന്തുടർന്നുകൊണ്ടും ഇതുവരെ നമുക്ക് ജീവിച്ചു പോരുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ പാത പിന്തുടരുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ പക്ഷെ നമ്മൾ കൈവടിയേണ്ടതായി വന്നിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തിലുള്ള ഒരുപാട് പത്രാസുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മെ പോലുള്ള ഇസ്ലാഹി പ്രസ്ഥാനം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന പല അധികാര കേന്ദ്രങ്ങളിലും മറ്റും നമുക്ക് പങ്കാളിത്തമില്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ 4 ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ അനുകരിച്ചുകൊണ്ട് അയാളുടെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് മുസ്ലിം സമുദായത്തിന്റെ ഉത്തരവാദിത്വം എന്നാണ് അന്നത്തെ പണ്ഡിതന്മാര് നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ അവരുടെ അഭിപ്രായങ്ങള് തള്ളിക്കളയണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് പറയുമ്പോ അത് അംഗീകരിക്കാൻ ഇവിടെ ആളുകളെ കിട്ടുകയും കിട്ടിയിരുന്നില്ല. മാത്രമല്ല അത് പറയുന്നവരെ മനഃപൂർവ്വം വളരെ ശക്തമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. എന്തിനധികം പറയുന്നു, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായം ജീവിക്കേണ്ടത് എന്ന് പോലും പറഞ്ഞാൽ അത് അംഗീകരിക്കുവാനും അത് മാനിക്കുവാനും ഈ രാജ്യത്തെ പണ്ഡിതന്മാർ സന്നദ്ധരായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. അന്ന് അവര് പറയുന്നത് എന്താണ്, അതൊക്കെ ദീന്, അതിനെതിരെ പറയുന്നത് എന്താണ്, അതൊക്കെ ദീനല്ലാത്തത്. ഇതായിരുന്നു അവരുടെ നിലപാട്. അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ട് കാര്യങ്ങള് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തില് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്ത് വന്നതിന്റെ അടിസ്ഥാനത്തില് ഈ ആശയം ഉൾക്കൊണ്ട ഒരുപാട് ആളുകള് ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുവാൻ സാധിച്ചു. ഈ സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അന്ന് ഒരു കാര്യം നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, നിങ്ങൾക്ക് അള്ളാഹു അവന്റെ അടിമക്ക് പോരെ, അവന്റെ അടിമയുടെ സകല കാര്യങ്ങൾക്കും അവന്റെ രക്ഷക്കും ശിക്ഷക്കും ഒക്കെ അള്ളാഹു പോരെ എന്ന് ചോദിച്ചപ്പോൾ ഒരു വിഭാഗം പറഞ്ഞത് പോരാ, കുറെ അമ്പിയാക്കളും ഔലിയാക്കളും സിദ്ധന്മാരും ഒക്കെ ആവശ്യമാണ്, അവരാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ധാർഷ്ട്യമാണ് അന്ന് കേട്ടത്. അതൊരു വലിയൊരു ദുരന്തമായിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് പ്രസംഗിച്ച് വയന്ന് പറഞ്ഞ് ജനങ്ങളെ ഉത്ബുദ്ധത ഉണ്ടാക്കി തീർത്ത് നമ്മളൊരു വലിയ സമൂഹത്തെ നമ്മുടെ
പൂർവിക പണ്ഡിതന്മാര് അങ്ങനെ ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിച്ചു. പക്ഷേ ഇന്ന് അതേ ചോദ്യം നമ്മള് എന്ന് നമ്മോട് ചോദിച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോരാ, കുറെ മറ്റ് മലക്കുകളും ജിന്നുകളും ഞങ്ങൾക്ക് ആവശ്യമാണ്, അവരോടും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, അവരും കൂടി വേണം എന്ന് പറയുന്ന ഒരു ദുരന്താവസ്ഥയിലേക്ക് നമ്മൾ തന്നെ മാറിപ്പോയ ഒരു കാലഘട്ടമാണിത് എന്ന് വരുമ്പോൾ നമുക്ക് വളരെയധികം വേദന തോന്നുകയാണ്. സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ നമ്മൾക്ക് മുമ്പുള്ള നമ്മുടെ നേതാക്കന്മാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ അനുഭവമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രബോധനം നമ്മൾ നിർത്താറായിട്ടില്ല. ആ പ്രബോധന മാർഗത്തിൽ നമ്മൾ തളരാറായിട്ടില്ല. നമ്മൾ വളരെ ഉന്മേഷത്തോടുകൂടി വളരെ ഉജ്ജ്വലമായിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണിത് എന്ന് മാത്രം നിങ്ങളോട് ഉണർത്തുകയും ആ രംഗത്ത് എല്ലാവരും, എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും സജീവമായി സാന്നിധ്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയെന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയരായ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരി അമ്മമാരെ, കാരണവന്മാരെ, ഉഷാഖ മുജാഹിദ് സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് എന്നിൽ വയ്ക്കപ്പെട്ടിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ അതിന്റെ അധ്യക്ഷത പ്രസംഗം ഇവിടെ അവതരിപ്പിച്ച അഹമ്മദ് കുട്ടി മദനി നിങ്ങളോട് പറയുകയുണ്ടായി. സൽക്കർമ്മമാണ് മനുഷ്യന്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നാഥൻ ഈ ഭൂമിയിലോട്ട് നമ്മളെ അയച്ചത് എന്നുള്ളത്. സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ നാളെ എന്നുള്ള രീതിയിൽ ഒരു പരലോകം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ പരലോകത്ത് നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഒരു സ്വീകരണം കിട്ടണമെങ്കിൽ ഈ ലോകത്ത് സൽക്കർമ്മം ചെയ്തിരിക്കണം. പക്ഷെ ഇന്ന് നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ പഴയ കാലഘട്ടത്തെ സ്ഥിതി ഒന്നും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. ഇന്നത്തെ നമ്മുടെ മതപരമായ ചില കാര്യങ്ങളിലുള്ള വ്യത്യായനങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ തന്നെ തെറ്റുകൾ, ധാരാളം തെറ്റുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. ഇന്ന് മനുഷ്യന്റെ സ്ഥിതി, ഇന്ന് മനുഷ്യനെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത് സ്ത്രീയും പുരുഷനും ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോവാൻ, അവന് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ, അതിന് ഗുണകരമായ കാര്യങ്ങൾ സമൂഹത്തെ ഉത്ബോധനം ചെയ്യാനും വേണ്ടി മാത്രമാണ് അള്ളാഹു നമ്മുടെ ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി ഒട്ടനവധി അകലെയായിക്കൊണ്ടിരിക്കുന്നു. അത് ഏത് വിധേയമായിക്കൊള്ളട്ടെ. ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹത്തിന് നമ്മള് പൂർണ്ണമായിട്ട് ഇന്ന് ആ സ്ത്രീയും പുരുഷനും സന്തുഷ്ടനാണ് അല്ല. പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ഇസ്ലാമിക ജീവിതത്തെ തന്നെ നമ്മള് ഒരു നല്ല രീതിയിലല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകും.
അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സ്വഭാവഹത്യങ്ങൾ, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളിന്ന് അനുഭവിക്കുന്ന സ്ത്രീയായാലും പുരുഷനായാലും ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ പങ്കാളിത്തം. ഒരു പുരുഷൻ ഇന്ന് ഒരു സ്ത്രീയെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പുരുഷൻ ഇപ്പൊ ഓരോ കാര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്ന് പുരുഷൻ പലതിനും അടിമപ്പെട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നു. എന്തിനടിമപ്പെടുന്നു? മദ്യത്തിന് അടിമയാവുക. അതുപോലെ ഒരു പുരുഷന് യോജിക്കാത്ത രീതിയിൽ ചെയ്യാത്ത പ്രവർത്തികൾ ആ മനുഷ്യൻ അതിനടിമയാവും. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ മനുഷ്യനുള്ള അറിവില്ലായ്മ, ബോധമില്ലായ്മ, ഇസ്ലാമിക ബോധം ആ മനുഷ്യനിൽ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുക. ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ നമ്മൾ വിളിച്ചു ചേർത്ത് മാനുഷികമായിട്ടുള്ള ബോധം, അല്ലെങ്കിൽ മനുഷ്യന് ഈ ദുനിയാവില് ചെയ്യേണ്ട പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള ഒരു ബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ബോധവൽക്കരണ ക്ലാസുകളും മറ്റുള്ളതും നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇന്നിപ്പോ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ഇതിന്റെ മുമ്പ് ഓരോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ടുള്ള രീതിയിലേക്ക് ഇന്ന് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. ബലാത്സംഗത്തിന് പോലും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് സ്ത്രീകൾ, ചെറുപ്പക്കാരായി കിടക്കുന്ന സ്ത്രീകൾ, ഇതൊക്കെ എങ്ങനെ വരുന്നു? മനുഷ്യന് ബോധമില്ലായ്മ, അറിവില്ലായ്മ. ഇതൊക്കെ വരുന്നത് ഈ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇസ്ലാമിക ബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളതല്ല, ഇസ്ലാമികമായിട്ട് പ്രവർത്തിക്കുന്ന ഏത് പ്രസ്ഥാനങ്ങൾക്കും നമ്മൾ അതിന് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അതിനു വേണ്ട സാഹചര്യം നമ്മൾ ഒരുക്കുക. ഇതുപോലുള്ള മേളകൾ നമ്മൾ സംഘടിപ്പിക്കുക, ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക. അതിനോട് ബന്ധപ്പെട്ട് എന്തെല്ലാം ലേഖനങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങളിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഇസ്ലാമിക ബോധങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അതിനുവേണ്ടി എക്കാലവും എപ്പോഴും ഈ മുജാഹിദ് പ്രസ്ഥാനം വളർന്ന് പന്തലിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദിയുണ്ട് ഈ ഒരു കാര്യത്തെ ക്ഷണിച്ചതിന്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പേരെടുത്തൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സമയമില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വിളിച്ചത് ആശംസ എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ അച്യുതാനന്ദം പറഞ്ഞ പോലെ ആ സദസ്സിൻ്റെ വെറുക്കപ്പെട്ടവരായി മാറുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മകരമാകുമ്പോഴേക്ക് ഈ ഉദ്ഘാടന പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് വിചാരിക്കുന്നത്. ഏതായിരുന്നാലും ഈ സന്ദർഭത്തിൽ ഇവിടെ ഖിറാഅത്ത് നടത്തിയ സഹോദരൻ ഓതിയ ആയത്തുകളിൽ ഉള്ള 2 ആയത്തുകൾ ഇവിടെ സ്മരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദ അല്ലദീ ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. ഇത് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചില്ല ഞാൻ പറഞ്ഞു. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലും മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോഴും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ രംഗങ്ങളിലും എന്ന് പറഞ്ഞാൽ സാമൂഹിക രംഗങ്ങളിലെല്ലാം നാം എപ്പോഴും ഓർക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ഒരു മഹത്തായ കാര്യമാണ്.
ഇത് നമ്മൾ എന്ന് ഉപേക്ഷിച്ചോ അന്ന് മുതൽ സംഘടനകൾ തമ്മിലായാലും വ്യക്തികൾ തമ്മിലായാലും ഓരോ രാഷ്ട്രങ്ങൾ തമ്മിലായാലും ഒക്കെ തന്നെ കലഹങ്ങളും കുഴപ്പങ്ങളും നാട്ടിൽ നാശമുണ്ടായി.